ഡിയേഴ്സ്, നമ്മളിത് പറയുന്നത് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് പി ജിയെ പറ്റിയിട്ടാണ് കേട്ടോ. CUET PG 2025 ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഫെബ്രുവരി 1 വരെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ CUET PGനെ പറ്റിയിട്ട് അറിയാത്തവർക്കായിട്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം എന്താണ് CUET PG എന്ന് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ നമ്മുടെ ഇന്ത്യയിൽ പല സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും അല്ലെങ്കിൽ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ, അതുപോലെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ, ഓട്ടോണമസ് കോളേജുകളടക്കം പല സ്ഥാപനങ്ങളിലേക്കും ഈ ഒരു ഒറ്റ എക്സാം വഴി നമ്മൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ സ്കോറിൻ്റെ ബേസിലാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത്. സോ ഇതിലൂടെ നിങ്ങൾ NTA വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്ത എക്സാമിന് അപ്ലൈ ചെയ്യുക മാത്രമല്ല, സ്കോർ വന്നതിന് ശേഷം ചിലപ്പോൾ സ്കോർ വരുന്നതിന് മുമ്പ് തന്നെ അതത് യൂണിവേഴ്സിറ്റികൾ അവരുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. അതായത് NTA വെബ്സൈറ്റ് വഴി ഇപ്പോൾ ആപ്ലിക്കേഷൻ കൊടുത്ത് എക്സാം എഴുതിയാൽ മാത്രം പോരാ, യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ മറ്റു ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ആണെങ്കിൽ അവരുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് അഡ്മിഷനുള്ള ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിലൂടെ നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കണം. എന്നിട്ട് അവരുടെ വെബ്സൈറ്റുകൾ ഫോളോ ചെയ്ത് അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് നമ്മൾ അഡ്മിഷൻ എടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതും കൂടി ഓർക്കുക കേട്ടോ. ഇവിടെ NTA വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റികൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ വെബ്സൈറ്റ് വഴിയും നിങ്ങൾ അപ്ലൈ ചെയ്യണം. പിന്നെ നമ്മുടെ സ്കോർ ആഡ് ചെയ്ത് കൊടുക്കാൻ പറയുമ്പോഴോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ പറയുമ്പോഴോ ഒക്കെ അത് ശ്രദ്ധിച്ചിട്ട് അതുപോലുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കാൻ കൂടി ചെയ്യണം. അപ്പോൾ CUETനെ പറ്റിയിട്ട് പറയുമ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ NTA ആണ് ഈ ഒരു എൻട്രൻസ് എക്സാമൊക്കെ നമ്മൾക്ക് നടത്തുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും. നമുക്ക് ഏകദേശം ഒരു 285ഓളം എൻട്രൻസിൻ്റെ എക്സാം സെൻറ്റേഴ്സ് ഉണ്ട് ഇന്ത്യയിൽ. അതുകൂടാതെ തന്നെ ഇന്ത്യക്ക് പുറത്ത് ദുബായ്, കുവൈറ്റ്, ബഹ്റൈൻ, മസ്കറ്റ്, ദോഹ, ഷാർജ, റിയാദ്, സിംഗപ്പൂർ, കാൻബറയൊക്കെ പോലുള്ള 27 വിദേശ രാജ്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എക്സാം സെൻറ്റേഴ്സ് എവിടെയുണ്ട്? ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട, ഒട്ടുമിക്ക സ്ഥലത്ത് നമുക്ക് സെൻറ്റേഴ്സ് ഉണ്ട്. അതല്ല നിങ്ങൾ ഇന്ത്യക്ക് പുറത്താണ്, എവിടെയാണ് നിങ്ങൾക്ക് സെൻറ്റേഴ്സ് അറിയണം എന്നുണ്ടെങ്കിൽ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള എല്ലാ സെൻറ്റേഴ്സും നമ്മുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ്റെ 42ാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കണം. കാരണം ഓരോ യൂണിവേഴ്സിറ്റിക്കും എലിജിബിലിറ്റി പലതാണ്. അപ്പോൾ ഏതൊക്കെ എക്സാമുകൾ നമ്മൾ എഴുതണം എന്നുള്ളതും അതുപോലെ തന്നെ അതിൻ്റെ കോഡ്, എലിജിബിലിറ്റിയൊക്കെ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ ഈ ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിൻ അത് ഞാൻ എവിടെ കിട്ടും എന്നുള്ളത് കാണിച്ചു തരാം. അത് വായിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാനായിട്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് മാൻഡേറ്ററി ആയിട്ടുള്ള എല്ലാ റിസർവേഷൻസും ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ SC ST ആവട്ടെ, OBC ആവട്ടെ, അതുപോലെ തന്നെ EWS ആവട്ടെ, ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളാവട്ടെ, അങ്ങനെയുള്ള എല്ലാ റിസർവേഷൻസും നമുക്ക് കിട്ടും. പക്ഷേ ഒരു കാര്യം ഓർക്കുക, OBCയുടെ കേരള ലിസ്റ്റിൽ മാത്രമല്ല, നിങ്ങൾ കേരള ലിസ്റ്റിൽ ഇനി ഇല്ലെങ്കിൽ പോലും നമുക്ക് വേണമെങ്കിൽ പറയാം സെൻട്രൽ ലിസ്റ്റിലുണ്ടായിരിക്കണം. കാരണം ചില കേരള OBC ലിസ്റ്റ് കുട്ടികൾ നമുക്ക് സെൻട്രൽ ലിസ്റ്റിൽ വരില്ല. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം OBC എന്ന് കൊടുക്കുക. ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. സെൻട്രൽ OBC ലിസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ തന്നെ അതിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ടാവും, നമുക്ക് നോക്കാം. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആ ലിസ്റ്റിൽ വരുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. എന്നിട്ട് വേണം OBC എന്ന് കൊടുക്കാൻ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് വാങ്ങി കൊടുക്കുമ്പോൾ സെൻട്രൽ എഡ്യൂക്കേഷൻ പർപ്പസിന് തഹസീൽദാറിൽ നിന്നാണ് സാധാരണ വാങ്ങി നൽകേണ്ടത്. അത് ഇന്ന് ഈ വർഷം എന്തെങ്കിലും വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അതും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് സെൻട്രൽ എഡ്യൂക്കേഷൻ പർപ്പസിന് തന്നെ വാങ്ങണം. ഇപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റികളുടെ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന പോലെ ഈ കേരളത്തിലുള്ള അഡ്മിഷന് കൊടുക്കുന്ന പോലെയുള്ള സർട്ടിഫിക്കറ്റ് അല്ല, ഇത് സെൻട്രൽ എഡ്യൂക്കേഷൻ പർപ്പസിന് തന്നെ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എക്സാമിനെ പറ്റിയിട്ട് ഇതൊരു CBT മോഡ് ടെസ്റ്റാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. അതിന് ഡീറ്റെയിൽ ആയിട്ട് 53ാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ടെസ്റ്റ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ മാർച്ച് 13 മുതൽ 31 വരെയാണ്. അപ്പം നമ്മുടെ കറക്റ്റ് ഡേറ്റ് എന്നാന്നുള്ളത് നമ്മുടെ അഡ്മിറ്റ് കാർഡ് നമ്മുടെ എക്സാമിനൊരു 4-5 ദിവസം മുമ്പ് വരും. സോ ആ ഒരു ടൈമിൽ നമ്മുടെ ടൈം എപ്പോഴാണ്, നമ്മുടെ ഡേറ്റ് എപ്പോഴാണെന്നൊക്കെ നമ്മൾക്ക് അറിയാൻ പറ്റും. കാരണം ഈ ഒരു 13 മുതൽ 31 വരെ ഡേറ്റുകളിലാണ് നടക്കുന്നത്. ഇതിൽ ഏത് ഡേറ്റാണ് നമ്മുടെ എന്നുള്ളത് നമുക്ക് അപ്പോഴാണ് അറിയാനായിട്ട് സാധിക്കുക കേട്ടോ. ഈ എക്സാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഇതിൽ 22 ചോദ്യക്കടലാസുകളാണ് പൊതുവിഷയങ്ങളിലുള്ളത്. അപ്പോൾ അത് നമ്മുടെ അനുസരിച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് നമുക്ക് ഷെഡ്യൂളും ടൈമും ഒക്കെ വരുന്നത്. ഏകദേശം മലയാളം അടക്കം ഇംഗ്ലീഷ്, മലയാളം, ഗുജറാത്തി, തമിഴ് അങ്ങനെ അടക്കം 41 ഭാഷകൾ ഇതിൽ വരുന്നുണ്ട്. സോ നമുക്ക് ഏത് ഭാഷയിൽ വേണമെങ്കിലും എഴുതാം. നമുക്ക് എല്ലാവർക്കും ഇംഗ്ലീഷാണ് പ്രിഫർ ചെയ്യാൻ പറ്റുക അല്ലേ. സോ ആ ഒരു ഇതിൽ തന്നെ എഴുതാനായിട്ടായിരിക്കും നല്ലത്. ഓക്കെ,
ഈ നമ്മൾ ചിലപ്പോൾ ലാംഗ്വേജ് അവിടെ സെലക്ട് ചെയ്യാൻ വന്നേക്കാം. സോ നമ്മൾ സാധാരണ ഇംഗ്ലീഷ് തന്നെ കൊടുത്താൽ മതിയാവും കേട്ടോ. പക്ഷേ പഠിക്കാൻ ഇഷ്ടമുള്ള ലാംഗ്വേജ്, ഇപ്പോൾ ചിലവർ ഇംഗ്ലീഷിലെടുക്കും, മലയാളത്തിലെടുക്കും, തമിഴിലെടുക്കും അല്ലേ. അപ്പോൾ അത് ഏതാണെന്നുള്ളത് ആ ഒരു ഡ്രോപ്പ് ഔട്ട് ഉണ്ടാവും. അതിൽ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിലെ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് വായിച്ച് നോക്കുക. ഓരോ കാര്യങ്ങളും എവിടെയൊക്കെയാണ് കിടക്കുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ സർട്ടിഫിക്കറ്റുകൾ പറ്റുമെങ്കിൽ നിങ്ങൾ ഇവിടെ ഓരോ സർട്ടിഫിക്കറ്റിൻ്റെയും ഫോമാറ്റ് കൊടുത്തിട്ടുണ്ട്. സോ ആ ഫോമാറ്റ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ടു ബി പ്രൊഡ്യൂസ്ഡ് ബൈ EWS എന്ന് പറഞ്ഞിട്ട് 34ാമത്തെ പേജിലുണ്ട്. സർട്ടിഫിക്കറ്റ് ടു പ്രൊഡ്യൂസ് ബൈ OBC NCL എന്ന് പറഞ്ഞിട്ട് ഫോമാറ്റ് 35ാമത്തെ പേജിലുണ്ട്. അപ്പം നിങ്ങൾ ഈ ഫോമാറ്റ് ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വേണ്ട അതോറിറ്റിയുടെ അടുത്ത് കൊണ്ടുവന്ന് കൊടുക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ സ്ക്രൈബിന് ആവശ്യമുള്ളവർക്കുള്ള ആ ഒരു ലെറ്റർ ഫോർ അണ്ടർടേക്കിങ്ങിൻ്റെ ഇതും 41ാമത്തെ പേജിൽ കിടക്കുന്നുണ്ട്. ഫിസിക്കൽ ഡിസേബിലിറ്റി ഉള്ള കുട്ടികളുടെ സർട്ടിഫിക്കറ്റുകളുടെ ഫോമാറ്റൊക്കെ ഇതിലുണ്ട് കേട്ടോ. ഇനി ഇവിടെ നോക്കൂ, ഓരോ ഇതിൻ്റെയും കോഡും ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഡേറ്റുകളിലൂടെ പോവാം. ഓൺലൈൻ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫോം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫെബ്രുവരി 1 വരെയാണ്, 11:50 PM വരെയാണ് കൊടുക്കാനായിട്ട് സാധിക്കുക. ഇനി നമ്മൾക്ക് ഫീസ് അടയ്ക്കാൻ ലാസ്റ്റ് ഡേറ്റ് ഓഫ് സക്സസ്ഫുൾ ട്രാൻസാക്ഷൻ ഓഫ് എക്സാമിനേഷൻ ഫീനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ജനറൽ ആണെങ്കിൽ 2 പേപ്പർ വരെ നിങ്ങൾക്ക് 1400 രൂപയായിരിക്കും ഫീസ് വരുന്നത്. പിന്നെ കൂടുതൽ പേപ്പറുകൾ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് 700 രൂപ കൂടി വരും. ഓക്കെ. ഇനി നമ്മൾ EWS ആണെങ്കിൽ 1200 ഓരോ പേപ്പർ കൂടുതലായി, 2 പേപ്പറിനാണ് 1200. 2 പേപ്പർ വരെ നിങ്ങൾക്ക് 1200 എഴുതാം. ഓക്കെ. ഇനി കൂടുതൽ പേപ്പറുകൾ ഉണ്ടെങ്കിൽ 600 രൂപ വെച്ച് കൂടും. ഇനി നിങ്ങൾ TGO അതുപോലെ തന്നെ SC/ST കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ 1100 പിന്നെ 600 രൂപ വെച്ചിട്ട് എക്സ്ട്രാ ഫീസാണ്. ആവശ്യമുണ്ടെങ്കിലാണ് കേട്ടോ. അങ്ങനെ പേപ്പർ ആവശ്യമുണ്ടെങ്കിൽ ആ എക്സ്ട്രാ 1100 കൂടെ 600 കൂടി കൂട്ടി അടച്ചാൽ മതിയാവും ഓരോ പേപ്പറും. മനസ്സിലാവുന്നുണ്ട്? 2 പേപ്പർ വരെയാണ് ഇത്. പിന്നെ 3 വേണമെങ്കിൽ ഒരു 600 കൊടുക്കണം, പിന്നെയും ഒരെണ്ണം കൂടി വേണമെങ്കിൽ പിന്നെയും ഒരു 600 കൊടുക്കണം എന്നുള്ളത്. അത് നിങ്ങൾ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ. ഇനി ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ളവർക്ക് 1000 ആണ് വരുന്നത്. അവർക്ക് 600 രൂപ എക്സ്ട്രാ പേപ്പറിനുണ്ടാവും. ഇനി ടെസ്റ്റ് നിങ്ങൾ ഇന്ത്യക്ക് പുറത്താണ് എഴുതണമെങ്കിൽ ഏത് കാറ്റഗറി ആണെങ്കിലും 7000 രൂപയാണ് 2 പേപ്പർ ഉൾപ്പെടുന്ന ടെസ്റ്റിന് ഫീസ്, എക്സാമിനേഷൻ ഫീസ് വരുന്നത്. പിന്നെ ഓരോ കൂടുതൽ പേപ്പറിനും 3500 രൂപ വെച്ചിട്ടും വരും കേട്ടോ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിനേഷൻ ഫീസിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 2-ാം തീയതി ആണെന്ന് മനസ്സിലായില്ലേ? ഇനി നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ തെറ്റുകളൊന്നും ഇല്ലാതെ കൊടുക്കുക. എസ്പെഷ്യലി നിങ്ങളുടെ ആദ്യത്തെ രജിസ്ട്രേഷൻ, അത് നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റിലുള്ള പോലെ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ആദ്യത്തെ രജിസ്ട്രേഷൻ നമുക്ക് ചിലപ്പോൾ മാറ്റാനൊന്നും പറ്റിയെന്ന് വരില്ല. അതുപോലെ മൊബൈൽ നമ്പറോ മെയിൽ ID ഒക്കെ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരുന്നതോ ഒരു മെയിൽ വന്നാൽ കിട്ടുന്നതോ ആയിട്ടുള്ള ആ ഒരു ഇതൊക്കെ കൊടുക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക. അത് പിന്നെ വേണമെങ്കിൽ കറക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അല്ലാതെ ചില കാര്യങ്ങൾക്ക് നമ്മൾക്കൊരു കറക്ഷൻ പീരീഡ് തരും. അത് തന്നേക്കുന്ന നിലവിൽ ടൈം 3-ാം തീയതി മുതൽ 3/2/2025 മുതൽ 5/2/2025 വരെയാണ്. അങ്ങനെ ഒരു കറക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എല്ലാവരും ചെയ്യണം എന്നില്ല, ആവശ്യമുള്ളവർക്ക് മാത്രമാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഓർക്കുക, ഈ കറക്ഷൻ പീരീഡിൽ എന്തൊക്കെ വരും എന്നുള്ളത് നമുക്കറിയില്ല. ചിലപ്പോൾ നമ്മുടെ കാറ്റഗറി ഒന്ന് മാറ്റാൻ പറ്റും. ഇപ്പോൾ നമ്മൾ അറിയാതെ ജനറൽ നിന്ന് വെച്ചുപോയി നമ്മൾ OBC ആണ്, അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഒന്ന് OBCയിലേക്ക് മാറ്റാനോ അങ്ങനെയുള്ള ചെറിയ ചെറിയ കറക്ഷൻസ് ആയിരിക്കും മിക്കവാറും വരിക. സോ വേറെ കാര്യങ്ങളൊന്നും അങ്ങനെ വരണമെന്ന് നിർബന്ധമില്ല. തെറ്റില്ലാതെ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഫസ്റ്റ് കൊടുക്കുമ്പോൾ സ്പെല്ലിംഗ് ഉൾപ്പെടെ അല്ലെങ്കിൽ പേരുൾപ്പെടെ പാരൻസിൻ്റെ പേരുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തെറ്റാതെ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. ഇനി നമ്മൾക്ക് എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡൊക്കെ വരുന്നതിന് മുമ്പ് നമ്മളെ സിറ്റ് ചെയ്താൽ നമുക്കറിയാൻ പറ്റും. എക്സാം സെൻറ്റർ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമുക്ക് ഒരു എക്സാം സെൻറ്റർ വരുന്നത് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് സ്കൂൾ എന്നുള്ള ഇതായിരിക്കും. അപ്പോൾ അതിൻ്റെ ആ എക്സാം സെൻറ്റർ നമുക്ക് അഡ്മിറ്റ് കാർഡ് വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ അത് ലൊക്കേറ്റ് ചെയ്യുന്ന സിറ്റി, ആ സിറ്റി എവിടെയാണെന്നുള്ളത് നമ്മൾക്ക് ഒരു അഡ്വാൻസ് സിറ്റി ഇൻറ്റിമേഷൻ എന്ന് പറയുന്ന ആ ഒരു ടൈമിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. നമ്മൾ ഏത് സിറ്റിയിലാണ് പോയി എക്സാം എഴുതേണ്ടതെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഫസ്റ്റ് വീക്ക് ഓഫ് മാർച്ചിലാണ് കേട്ടോ. ഇനി അഡ്മിറ്റ് കാർഡ് നമുക്ക് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ എക്സാമിൻ്റെ ഡേറ്റിന് ഒരു 3-4 ദിവസം മുമ്പാണ് നമുക്ക് അഡ്മിറ്റ് കാർഡ് വരുന്നത്. എക്സാം ഡേറ്റ് 13-ാം തീയതി മുതൽ 31-ാം തീയതി വരെയുള്ള ഡേറ്റാണ്.
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിൽ ഏത് ഡേറ്റ് ആണെന്നുള്ളത് നമ്മുടെ അഡ്മിറ്റ് കാർഡ് വരുമ്പോഴാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുക. ഇനി ആൻസർ കീ ചലഞ്ച് നടക്കുന്നതൊക്കെ പിന്നീട് എക്സാം കഴിഞ്ഞിട്ട് ഡേറ്റുകളൊക്കെ അറിയിക്കും. എക്സാമിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 90 മിനിറ്റിലാണ് നിങ്ങൾ എക്സാം എഴുതേണ്ടത് കേട്ടോ. ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ടു ബി അനൗൺസ്ഡ് വെബ്സൈറ്റിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റും നിങ്ങൾ റെഗുലറായിട്ട് ചെക്ക് ചെയ്യണം കേട്ടോ. ഇനി റിസൾട്ടും എന്ന് വരും എന്നുള്ളത് കറക്റ്റായിട്ട് പിന്നീട് അനൗൺസ് ചെയ്യും. അപ്പോൾ വെബ്സൈറ്റ് ഇതാണ് exam.nta.ac.in എന്നുള്ള വെബ്സൈറ്റാണ്. നിങ്ങൾ CUET PG എന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതിയേ, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വെബ്സൈറ്റ് കിട്ടും കേട്ടോ. പിന്നെ ഫീസിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു, എത്രയാണ് ഫീസ് കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് കൂടുതൽ കറക്റ്റായിട്ട് തന്നെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുകയുണ്ടെങ്കിൽ പേജ് നമ്പർ 5 എങ്ങനെയാണ് എത്രയാണ് ഫീസ് പേ ചെയ്യേണ്ടതെന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചോ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടോ ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ ചില ഇതിന് GST ആൻഡ് അതർ ടാക്സസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ആഡായിട്ടാണ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ പേയ്മെൻറ്റ് ഇൻസ്ട്രക്ഷനൊക്കെ കറക്റ്റായിട്ട് വായിക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചിട്ട് തന്നെ കൊടുക്കാം. ഇനി ഇതിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം കേട്ടോ. ആപ്ലിക്കേഷൻ ഫോമിനെ പറ്റിയിട്ട് ഇതിൽ പറയുന്നുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ വേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫാണ്. റീസെൻ്റ് ആയിട്ടുള്ള കളറോ ബ്ലാക്ക് ആൻഡ് വൈറ്റോ ഒക്കെ ഉള്ള ഫോട്ടോഗ്രാഫ് കൊടുക്കാം. പക്ഷേ 80% ഓഫ് ഫേസ് നിങ്ങൾ കാണിച്ചിട്ടുണ്ടാവണം. തലയിലേക്ക് ഇങ്ങനെ കുത്തിയിടുന്നവരാണെങ്കിൽ ഓവറായിട്ട് കവർ ചെയ്ത് ഇങ്ങോട്ട് ഇടരുത്. നമ്മൾ മനസ്സിലാവണം. ഓക്കെ, അതിനാണ് നമുക്കൊരു ID പ്രൂഫിനാണല്ലോ അഡ്മിറ്റ് കാർഡിൽ ഈ ഫോട്ടോ ഒക്കെ വരുന്നത്. സോ നമ്മൾ മനസ്സിലാവണ വിധത്തിലൊക്കെ ആയിട്ടുള്ള ഇങ്ങനെ സൺഗ്ലാസ് ഒന്നും വെക്കരുത്, ക്യാപ്പ് ധരിക്കരുത്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കണ്ണട വെക്കുന്നതിന് കുഴപ്പമില്ല. നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ മുഖം കവർ ചെയ്തിട്ട് ഓവറായിട്ട് കവർ ചെയ്തിട്ടുള്ള ഇതൊന്നും ഉണ്ടാവാനായിട്ട് പാടില്ല കേട്ടോ. അത് കറക്റ്റായിട്ട് സ്കാൻ ചെയ്ത് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും നമ്മൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ JPG ഫോർമാറ്റിലേക്കാക്കി മാറ്റുക. ഇനി സൈസ് നമ്മൾ 200 KB കൂടുതലാവാനായിട്ട് പാടില്ല. ഫോട്ടോഗ്രാഫിൻ്റെ സിഗ്നേച്ചറിൻ്റെ ആണെങ്കിൽ 30 KB കൂടാനായിട്ട് പാടില്ല. ഇതൊക്കെ സ്കാൻ ചെയ്യുമ്പോഴേ ക്ലിയർ ആയിട്ട് സ്കാൻ ചെയ്യണം കേട്ടോ. നല്ല രീതിയിൽ സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ അത് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സോ നമ്മളൊന്ന് ഫോട്ടോ എടുത്ത് സ്കാൻ ചെയ്യണതൊന്ന് ശ്രദ്ധിക്കുക. ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് 300 KB കൂടാനായിട്ട് പാടില്ല കേട്ടോ. ഇനി ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റായിട്ടുള്ള ഇമെയിൽ ID മൊബൈൽ നമ്പറൊക്കെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് ഒരിക്കലും നമുക്ക് മാറ്റാനായിട്ട് സാധിക്കില്ല. സോ അതുകൊണ്ട് കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത്, ചോയ്സ് ഓഫ് എക്സാമിനേഷൻ സിറ്റീസ്, അതൊന്നും നമുക്ക് പിന്നീട് മാറ്റാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവിടെ ഒരു ടൈം പറയുന്നുണ്ട് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിൽ വലിയ കറക്ഷനൊന്നും നമുക്ക് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി ഇതിൽ പറയുന്ന റിസർവേഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് തന്നെ നോക്കിയിട്ട് നമ്മൾ ഏത് റിസർവേഷനിലാണ് ഏത് സർട്ടിഫിക്കറ്റാണ് വേണ്ടത് എന്നൊക്കെ നോക്കിയിട്ട് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മീഡിയം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് ഇംഗ്ലീഷ് തന്നെ കൊടുക്കുന്നതായിരിക്കും, അല്ലെ കുറച്ചും കൂടി ഈസി. നമുക്ക് മലയാളം ആണെങ്കിലും നമുക്കത് അത്ര കംഫർട്ടായിരിക്കില്ല ചില വാക്കുകൾ കേൾക്കുമ്പോൾ. സോ ഇംഗ്ലീഷ് തന്നെ മീഡിയം കൊടുക്കാം. അല്ലെങ്കിൽ ഇവിടെ ബൈലിംഗ്വൽ എന്നുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഇനി ലാംഗ്വേജ് പേപ്പർ വിൽ ബി റെസ്പെക്റ്റീവ് ലാംഗ്വേജ് ഓഫ് ദി സബ്ജക്റ്റ് എക്സെപ്റ്റ് ഓഫ് ലിംഗ്വിസ്റ്റിക് വിച്ച് വിൽ ബി ഇംഗ്ലീഷ്. ലിംഗ്വിസ്റ്റിക്സിൻ്റെ നിങ്ങൾ ഇംഗ്ലീഷാണ് ഉദ്ദേശിക്കണമെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിലായിരിക്കും ഉള്ളത് കേട്ടോ. ഇനി അതിലേക്ക് പറ്റിയിട്ട് കൂടുതലായിട്ട് ഇതിൽ കൊടുക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് പേജ് നമ്പർ 12 കൂടുതലായിട്ട് മാർക്കിംഗ് സ്കീമിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും 4 മാർക്കാണ്. നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 4 മാർക്കും കിട്ടും. ഇൻകറക്റ്റ് ആണെങ്കിൽ അവിടെ മൈനസ് മാർക്കുണ്ട്. സോ -1 അവിടെ പോകും കേട്ടോ. സോ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക. നമുക്ക് അറിയാത്തതോ അല്ലെങ്കിൽ അതങ്ങനെ ഉറപ്പില്ലാത്തതൊന്നും അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാതിരിക്കാന്നായിരിക്കും നല്ലത്. നമ്മൾ ആൻസർ ചെയ്തില്ല എന്ന് വെച്ചിട്ട് അവിടെ ഒരു കുഴപ്പമില്ല, അവിടെ 0 മാർക്ക് വരും എന്നുള്ളൂ. അല്ലാതെ ആൻസർ ചെയ്തില്ല എന്ന് വെച്ചിട്ട് മൈനസ് മാർക്കില്ല. പക്ഷേ തെറ്റാണെങ്കിൽ നമുക്ക് -1 എന്നുള്ള ആ ഒരു മാർക്കും കൂടി അവിടെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഷിഫ്റ്റിൻ്റെ കാര്യമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതൊക്കെ നമ്മുടെ അഡ്മിറ്റ് കാർഡ് വരുമ്പോഴാണ് നമുക്ക് അറിയാനായിട്ട് പറ്റുക. ഇവിടെ നമ്മുടെ
ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇത് കണ്ടോ, അഗ്രി ബിസിനസ് മാനേജ്മെൻറ്റ് എക്സെട്ര എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് COQPO1 ആണ്. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതിൽ നിന്ന് നിങ്ങളിത് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്ന എക്സാമിൻ്റെ കോഡ് ഏതാണ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ ഇത് വേണം കൊടുക്കാൻ, അല്ലാതെ തെറ്റിപ്പോകരുത്. ഒരു 1617 ആയി പോയാൽ അവിടെ ഇത് മാറും. സോ അതനുസരിച്ചിട്ട് ചെയ്യാം. ഇനി ഇവിടെ ലാംഗ്വേജിൻ്റെ കാര്യം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു 41ഓളം ലാംഗ്വേജുകൾ ഇതിൽ വരുന്നുണ്ട്. അതിലേതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള, അങ്ങനെ അതിലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പഠിക്കാൻ, ലാംഗ്വേജാണ് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ അത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി സയൻസ് പ്രോഗ്രാമുകളാണെങ്കിൽ അതിൻ്റെ കോഡും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സയൻസ് പ്രോഗ്രാമുകളുടെ കോഡും ഇതിലുണ്ട്. ഹ്യൂമാനിറ്റീസിൻ്റെ സെപ്പറേറ്റ് വേറെ കൊടുത്തിട്ടുണ്ട്. ഇനി MTech പോലുള്ള ഇതാണെങ്കിൽ അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി സിലബസിനെ പറ്റിയിട്ടാണ്. സിലബസിൻ്റെയൊക്കെ വെബ്സൈറ്റിൽ കറക്റ്റായിട്ട് അത് ഞാൻ കാണിച്ചു തരാം എവിടെ കിടക്കുന്നത് എന്നുള്ളത് കേട്ടോ, ഇൻഫർമേഷൻ ബുള്ളറ്റിനും ഒക്കെ. പിന്നെ ഇതിന് ഏജ് ലിമിറ്റ് ഒന്നുമില്ല കേട്ടോ. ദർ ഇസ് നോ ഏജ് ലിമിറ്റ് ഫോർ കാൻഡിഡേറ്റ്സ് അപ്പിയറിംഗ് ഇൻ CUET PG എക്സാമിനേഷൻ എന്നുള്ളതാണ്. ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് നമ്മളുടെ UG ആണ്, ബാച്ചിലർ ഡിഗ്രി ഇൻ ഇക്വലൻ്റ് എക്സാമിനേഷനാണ് ഇക്വലൻ്റ് എക്സാമിനേഷനാണ്. സോ 2025 പാസ് ഔട്ടാൻ പോകുന്ന കുട്ടികൾക്കും കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ എക്സാം എഴുതാൻ ഏജ് ക്രൈറ്റീരിയ ഇല്ല, പക്ഷേ ഏതെങ്കിലും യൂണിവേഴ്സിറ്റികൾ ഇത്ര ഒരു ഏജ് വരെ പറ്റുള്ളൂ എന്ന് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ആ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ നോക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു ഇതിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. വേറെ അങ്ങനെ ഏജ് ലിമിറ്റ് പറയാത്ത യൂണിവേഴ്സിറ്റികൾ, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊന്നും സാധാരണ പറയാറില്ല. നിങ്ങൾ ഡീംഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഓട്ടോണമസ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ അങ്ങനെ പറയാം. അപ്പോൾ നിങ്ങളത് കോളേജിൻ്റെ വെബ്സൈറ്റ് നോക്കിയിട്ട് നിങ്ങൾ കൊടുക്കുക കേട്ടോ. അങ്ങനെ ഉണ്ടോ എന്നുള്ളത് നോക്കിയേക്കാം. പിന്നെ ഓക്കെ, റിസർവേഷൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. OBC NCL EWS SC ST അങ്ങനെയുള്ള എല്ലാ ഇതും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. പേഴ്സണൽ വിത്ത് ഡിസേബിലിറ്റിയുടെ റിസർവേഷൻസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അത് റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റൊക്കെ നിങ്ങൾ കൊടുക്കുക കേട്ടോ. ചിലപ്പോൾ ആപ്ലിക്കേഷൻ്റെ സമയത്ത് സർട്ടിഫിക്കറ്റ് മേ ബി അപ്ലോഡ് ചെയ്യേണ്ട CNT അങ്ങനെ പറയാറില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. ഈ വർഷം എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. ജസ്റ്റ് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ OBC ആണോ EWS ആണോ അങ്ങനെ കൊടുത്താൽ മതിയാവുമായിരിക്കും. സർട്ടിഫിക്കറ്റുകൾ സാധാരണ അപ്ലോഡ് ചെയ്യാൻ പറയാറില്ല. പിന്നെ നമ്മൾ അഡ്മിഷൻ്റെ സമയത്താണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറയാറ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ തവണ അങ്ങനെ ഉണ്ടോ എന്നുള്ളത് ഒന്നുമില്ലെങ്കിൽ ഒന്ന് ഇൻഫർമേഷൻ ബുള്ളറ്റിൽ തന്നെ പറയുന്നുണ്ടോ എന്നുള്ളത്. ഞാൻ സമയപരിമിതി കൊണ്ടാണ്, കാരണം ഒരുപാട് ഇത് ഫുള്ള് വായിച്ചിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കില്ല. ഞാൻ അതുപോലെ തന്നെ ഇവിടെയുള്ള ലിസ്റ്റുകൾ, എക്സാം അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ലിസ്റ്റുകളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ യൂണിവേഴ്സിറ്റിയാണ് ഇപ്പോൾ നമുക്ക് കേരള, തമിഴ്നാട്, കർണാടകയുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, പിന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി, അങ്ങനെയുള്ള പല യൂണിവേഴ്സിറ്റികളും നമുക്ക് കൊടുക്കാം. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്, അതായത് TS പോലുള്ള ഗുരു ഗോവിന്ദ് സിംഗ് ഇന്ദ്രപ്രസ്ഥ യൂണിവേഴ്സിറ്റി, ഡൽഹി, JNU, ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി, അങ്ങനെ പല യൂണിവേഴ്സിറ്റികളും നമുക്കിതിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാം എഴുതുന്ന വഴി നമുക്ക് കൊടുക്കാം. പക്ഷേ അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് അവരുടെ ഇതിലും കൂടി നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ടുള്ള കാര്യം മറന്നു പോകരുത് കേട്ടോ. അത് കറക്റ്റായിട്ട് തന്നെ ചെയ്യാം. ഇനി നമുക്ക് വേറെ ഉള്ളത് ഇതൊക്കെ ഫോമാറ്റുകളാണ്. ഓരോന്നിൻ്റെയും ഏതൊക്കെയാണ് ഫോമാറ്റ് എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ നോക്കിയിട്ട് അതനുസരിച്ചിട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ എക്സാം സിറ്റീസ് ഇവിടെ പറയുന്നത് കൂടാതെ എക്സാം സെൻറ്റേഴ്സും പറയുന്നുണ്ട്. കറക്റ്റായിട്ട് എക്സാം സെൻറ്റേഴ്സുകൾ എവിടെയാണെന്നുള്ളതും നമുക്ക് ഇതിലൂടെ വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇവിടെ കണ്ടോ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ടാക്സ് വരുന്നത് എത്രയാണ്, ഇത്ര പൈസ കഴിഞ്ഞിട്ട് എത്രയാണ് ടാക്സ് വരുന്നതും GST വരുന്നതെന്നൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ വേണമെങ്കിൽ അത് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ ഒരു എമൗണ്ടും കൂടി ആഡായിട്ട് വരും കേട്ടോ. അപ്പം നിങ്ങൾ ഇതെന്താ ഈ ഒരു എമൗണ്ട് എന്ന് എല്ലാത്തിനും ഉണ്ടാവില്ല. ചില പേയ്മെൻറ്റിനാണ് ഇപ്പോൾ 2000 എബവ് വരുന്ന ചില പേയ്മെൻറ്റിന് എക്സ്ട്രാ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെൽപ്പ് ഡെസ്കിൻ്റെ മെയിൽ ID അതുപോലെ തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട്. സോ അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യണതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഇനി എക്സാമിൻ്റെ ഗൈഡ് ലൈൻസ് എങ്ങനെയാണ് എന്നുള്ളത് ഇതൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ
യു ഹാവ് നോട്ട് വിസിറ്റഡ് ദ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. യു ഹാവ് നോട്ട് ആൻസർ ദ ക്വസ്റ്റ്യൻ, യു ഹാവ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇതിൽ കറക്റ്റ് മനസ്സിലാക്കാനായിട്ട് രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ അതനുസരിച്ചിട്ട് നിങ്ങൾ നോക്കുക കേട്ടോ. ഇനി ഇതൊക്കെ ആ ഒരു നമ്മുടെ എക്സാമിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മളുടെ 58ാമത്തെ പേജ് വരെയൊക്കെ കിടക്കുന്നത്. അല്ല, അത് കഴിഞ്ഞിട്ടും പിന്നെ 58, 59 എക്സാമിൻ്റെ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കറക്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന കാര്യങ്ങളും ഇതിൽ കറക്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് എത്രാമത്തെ പേജിൽ ഏതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഫില്ല് ചെയ്യാനിരിക്കുക കേട്ടോ. ആദ്യത്തെ രജിസ്ട്രേഷൻ ഫീസ് അടക്കാനുള്ളത് അപ്പോൾ നമ്മൾ കൊടുക്കണതനുസരിച്ചിട്ട് ജനറൽ ആണോ ഒ ബി സി ആണോ ഏതാണോ കൊടുക്കുന്നത് അതനുസരിച്ചിട്ട് നമ്മുടെ ഫീസ് അവിടെ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് പോവാം. അതിനുശേഷം നമ്മുടെ പേഴ്സണൽ അക്കാദമിക് ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഒന്നുകൂടി പറയുവാണ്, 10th സർട്ടിഫിക്കറ്റിലുള്ള പോലെ തന്നെ നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. 10th സർട്ടിഫിക്കറ്റ് അടുത്ത് വെച്ചിട്ട് അതിൻ്റെ ഒരു കോപ്പി അടുത്ത് വെച്ചിട്ട് തന്നെ ഫില്ല് ചെയ്യാനായിട്ട് ചെയ്യാം. നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള അക്ഷയയിലോ കഫേയിലോ ഒക്കെ പോയിട്ട് തന്നെ ചെയ്യാം. നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരു ഇതൊക്കെ ഫില്ല് ചെയ്യാനൊക്കെ കാര്യങ്ങൾ അറിയാം. സോ അങ്ങനെ നിങ്ങൾക്ക് അറിയാം, തെറ്റുകൾ വരത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഫില്ല് ചെയ്യാം. അതല്ല അക്ഷയയിലോ നിങ്ങളുടെ അടുത്തുള്ള ഇൻ്റർനെറ്റ് കഫേയിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട്, നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ കംപ്ലീറ്റ് ആയെന്ന് നമ്മൾക്ക് മനസ്സിലാവണത് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫൈനൽ സബ്മിറ്റൊക്കെ കൊടുത്തിട്ട് ആ ഒരു ഇതിലേക്കൊക്കെ ചെന്നിട്ട് നമ്മുടെ പ്രിൻ്റ് ഔട്ട് കറക്റ്റായിട്ട് നമ്മുടെ കയ്യിലെടുക്കുക. അതിൽ ആപ്ലിക്കേഷൻ നമ്പർ വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ട് മറന്നു പോകരുത് കേട്ടോ, അതെടുക്കുക. ഇനി നിങ്ങളുടെ അടുത്ത് കുറേ കാര്യങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. സോ വെബ്സൈറ്റ് ഇതാണ്, exam.nta.ac.in എന്നുള്ള വെബ്സൈറ്റാണ്. ഇതിൽ നിങ്ങൾ ഇൻവൈറ്റിംഗ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫോർ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ഇതുപോലൊരു PDF കിട്ടും. ജസ്റ്റ് ഇതിൽ നമ്മുടെ എക്സാമിൻ്റെ ഡേറ്റും കാര്യങ്ങളും ഒക്കെയാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. ഇതിപ്പോൾ നമ്മളിതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് മിക്കതും. അതിലിതുപോലെ കോഴ്സ് കോഡും ഒക്കെ അത് നമ്മൾ ഓൾറെഡി ഇൻഫർമേഷൻ ബുള്ളറ്റിൽ കണ്ടതാണല്ലോ. സോ അത് തന്നെയാണ് ഇതിലും പറഞ്ഞേക്കുന്നത്. ഇനി അടുത്ത ഒരു ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ മെനുവിൽ ക്ലിക്ക് ചെയ്യാം. മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെക്കൻഡ് വൺ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ കണ്ടോ, ഇതാണിപ്പോൾ നമ്മൾ വായിച്ചത്. ഇത് വായിച്ച് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. ഇതിൽ FAQs ഉണ്ട്. അതായത് പ്രീവിയസ് ഇയർ ഇത് ചെയ്തപ്പോൾ കുട്ടികൾക്ക് വന്ന ഡൗട്ട്സുകളൊക്കെ കൺസിഡർ ചെയ്തിട്ട് അവർ കുറച്ച് ഈ ഒരു FAQs കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, വാട്ട് ഈസ് CUET PG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ് എന്നുള്ളത് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണെന്ന് അറിയാനായിട്ട് വെബ്സൈറ്റിൽ പോയിട്ട് നോക്കുക. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ FAQസിലൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ കണ്ടോ, ഇമ്പോർട്ടൻറ്റ് ഡൗൺലോഡ് എന്ന് പറഞ്ഞ് നമുക്ക് കുറേ ഫോമാറ്റുകളും കാര്യങ്ങളുണ്ട്. ഇതാണ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. യൂണിവേഴ്സിറ്റി ഏതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി സിലബസ്, ഇപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കാണാൻ പറ്റും ഏതൊക്കെ യൂണിവേഴ്സിറ്റികളുണ്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റും. അതിലിപ്പോൾ ആ യൂണിവേഴ്സിറ്റി ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിലേക്ക് പോകും. അപ്പോൾ അവിടെയുള്ള പ്രോഗ്രാംസ് അതിൻ്റെ എലിജിബിലിറ്റി എല്ലാം തന്നെ ഇതിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് നോക്കിയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. നിങ്ങൾക്കിതിൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റികൾ വേണം എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോക്കിയിട്ട് ഇവിടെ കൊടുക്കുക കേട്ടോ. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഡീംഡ് യൂണിവേഴ്സിറ്റി, പ്രൈവറ്റ്, അതർ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലിസ്റ്റ് വ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കാണാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. സിലബസും ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ കാണാനായിട്ട് സാധിക്കും. ഓരോന്നിലും ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഓരോന്നിൻ്റെ സിലബസ് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ ടെസ്റ്റ് പേപ്പർ ഏതാണ് എന്ന് നിങ്ങൾ ഓരോ ഇതിനും ഏതാണ് ടെസ്റ്റ് പേപ്പർ എഴുതേണ്ടത്, ഏതാണ് കോഡ് എന്നൊക്കെ ഉള്ളതും കറക്റ്റായിട്ട് ഇതിലൂടെ നിങ്ങൾക്ക് അറിയാനായിട്ടും സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഈ ഒരു മെനുവിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാനിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകളുണ്ടെങ്കിൽ ഇവിടെ കോൺടാക്ട് നമ്പേഴ്സ്, മെയിൽ IDs ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ അതിലൂടെ ക്ലിക്ക് ചെയ്ത് അതിലൂടെ നിങ്ങൾ കോൾ ചെയ്യുകയോ മെയിൽ ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.